പോലീസുകാരന്റെ വിവാഹം ഷൂട്ട് ചെയ്ത വീഡിയോഗ്രാഫർ പണം ചോദിച്ചതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമേറ്റ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതെ ഡിവൈഎസ്പി. പോലീസ് ഉപദ്രവത്തിന് തെളിവില്ലെന്ന വാദം ഉന്നയിച്ച ഡിവൈഎസ്പി മർദ്ദനമേറ്റ മുകേഷിന് കിട്ടാനുള്ള മുഴുവൻ തുകയും CPO അനന്തകൃഷ്ണനിൽ നിന്നും വാങ്ങി നൽകിയെന്ന് പറയുന്നു. പോലീസുകാർ മർദ്ദിച്ചതിൽ തെളിവില്ലെന്ന് പറഞ്ഞ ഒറ്റവാക്കിൽ പരാതി തള്ളിയെന്നാണ് ആരോപണം. ഡിവൈഎസ്പിയോട് സംസാരിച്ച സമയത്ത് ഡിവൈഎസ്പി വളരെ ലാഘവത്തോടെയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ലാഘവത്തോടെ എന്ന് പറഞ്ഞാൽ ഡിവൈഎസ്പി ഇതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മറ്റു പല സാമൂഹിക കാര്യങ്ങളും പല രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു, ഞാൻ അതിനല്ല വന്നത്. ഞാൻ ഇന്നപോലെ എൻ്റെ ഡ്രസ് കോഡ്, എൻ്റെ ഞാനൊരു ഓണറാണെന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റയറിൽ ഒരു ഡ്രസ് സെൻസിൽ നടക്കണം. ഡ്രസ് സെൻസിൽ ഉണ്ടോ, മുടി നല്ല രീതിയിൽ കട്ട് ചെയ്യണ്ടേ, എന്താണ് ഇങ്ങനെ നടക്കുന്നത്, എന്നെ മർദ്ദിച്ചതിന് തെളിവൊന്നുമില്ലല്ലോ മുകേഷ്, എന്നാലും ഞാൻ അന്വേഷിക്കാം എന്നാണ് ഡിവൈഎസ്പി പറഞ്ഞത്. എന്നാലും ഞാൻ അന്വേഷിക്കാം, മുകേഷ് അന്വേഷിക്കാം. ഞാൻ 1 മാസത്തോളം വെയിറ്റ് ചെയ്തു, ഒരു അന്വേഷണം ഉണ്ടായി. ഈ പൈസ മേടിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകില്ല എന്നൊരു തെറ്റായ ധാരണ ഡിവൈഎസ്പിക്ക് ഉണ്ടായിരുന്നിരിക്കണം. നിലവിൽ അന്വേഷണം നടന്നിട്ടില്ല. ഈ ഉണ്ടെങ്കിൽ എന്നെ വിളിപ്പിക്കും, അല്ലെങ്കിൽ ഇത് ആരാണെന്നെങ്കിൽ എനിക്ക് കണ്ടാലറിയാവുന്ന 4 പേരെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കണ്ടാലറിയാവുന്ന എനിക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊരു സംവിധാനം, അല്ലെങ്കിൽ ഒരു FIR ഇട്ടൊരു കേസ് മുന്നോട്ട് പോകുന്ന സമയങ്ങളിലായിരിക്കണം ഇത് ആരാ നിന്നെ തല്ലിയതെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും ഒരു സംസാര വിഷയം, ഒരു നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ നിന്ന്. 4000 രൂപ മാത്രമേ നൽകാനാകൂവെന്ന് ആദ്യം നിലപാടെടുത്ത പോലീസ് മർദ്ദന പരാതി ഒഴിവാക്കാനാണ് മുഴുവൻ തുകയും വാങ്ങി നൽകിയതെന്നാണ് സൂചന. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, കഴിഞ്ഞ ദിവസം ഈ മുകേഷ് എന്ന യുവാവ് ഇതുമായി ബന്ധപ്പെട്ട് വൈക്കത്തൊരു ASI നടത്തിയ അതിക്രമത്തിൻ്റെ, അതോടൊപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ വിവാഹം ഷൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതിന് തെളിവുകൾ ഒന്നൊന്നായി നമ്മൾ പുറത്തുവിട്ടതാണ്, ഈ യുവാവിൻ്റെ മൊഴിയുള്ളതാണ്. പക്ഷേ അവിടെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ആരോപണ വിധേയരായ പോലീസുകാരെ സംരക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ മർദ്ദനമേറ്റ യുവാവിൻ്റെ അടുത്ത തീരുമാനം എന്താണ്? നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണോ? മുഖ്യമന്ത്രിക്കും DGPക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടോ? സോമെ, കഴിഞ്ഞ 1 വർഷക്കാലമായി തന്റെ കയ്യിൽ നിന്ന് കരാർ എടുത്തുകൊണ്ട് വിവാഹം വീഡിയോഗ്രാഫി ചെയ്യുന്നതിന് വേണ്ടി CPO അനന്തകൃഷ്ണനും അനന്തകൃഷ്ണന്റെ ഭാര്യ വീട്ടുകാരും തന്നെ സമീപിച്ചത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടിയുടെ വീട്ടുകാർ തങ്ങൾക്ക് ആൽബവും ഒപ്പം തന്നെ വിവാഹ വീഡിയോയും വേണ്ട എന്ന് പറഞ്ഞ് കരാറിൽ നിന്ന് മാറുകയായിരുന്നു. ഈ മുകേഷ് തന്നെയാണ് പെൺവീട്ടുകാരുടെയും ഒപ്പം തന്നെ വരന്റെയും വീട്ടുകാരുടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നതിനായി ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ, അതായത് ഈ വിവാഹം മുഴുവൻ ചടങ്ങുകൾ പൂർണ്ണമായി കഴിഞ്ഞു, അത് കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെൺവീട്ടുകാർ തങ്ങൾക്ക് വീഡിയോ ആവശ്യമില്ല, ഒപ്പം തന്നെ ഫോട്ടോഗ്രാഫിയും വേണ്ട, ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി. പിന്നീട് ഈ മുകേഷിനെ പണത്തിനായി ഈ വീഡിയോഗ്രാഫിക്കും ഒപ്പം തന്നെ മറ്റ് ഫോട്ടോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി സമീപിച്ചത് മുഴുവൻ ഈ CPO അനന്തകൃഷ്ണനാണ്. അനന്തകൃഷ്ണൻ ഒരു ഘട്ടത്തിൽ ഇതൊരു ഭീഷണിയുടെ സ്വരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ആ ശബ്ദ സംഭാഷണം നമ്മൾ പുറത്തുവിട്ടിരുന്നു. AR ക്യാമ്പിലാണ് വിവാഹം ചെയ്യുന്ന സമയത്ത് ഇയാൾ ഉണ്ടായിരുന്നത്. പിന്നീട് ജോലിയിൽ പ്രവേശിച്ചെത്താൻ ഉടൻ 1 മാസത്തിനുള്ളിൽ ജോലിയിൽ പ്രവേശിക്കും. പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ കൈകാര്യം ചെയ്യുന്ന രീതി ഇതായിരിക്കില്ല എന്നുള്ളതാണ് മുകേഷിനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നത്. ആ ശബ്ദ സംഭാഷണം നമ്മൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ അനന്തകൃഷ്ണൻ തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ വീഡിയോ വാങ്ങിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അത്തരത്തിൽ വീഡിയോ നൽകിയാൽ പെൺവീട്ടുകാർ ഉൾപ്പെടെ തനിക്ക് നൽകാനുള്ള തുക നൽകുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം രണ്ടും ഒരു പരിപാടിയുടെ വീഡിയോഗ്രാഫി ആയതുകൊണ്ട് തന്നെ അത് തനിക്ക് പണം കിട്ടാനുള്ള സാധ്യതയില്ലാതാകും, വലിയ നഷ്ടമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുകേഷ് ഈ വീഡിയോ നൽകാനായി തയ്യാറാകുന്നത്. തുടർന്ന് വൈക്കം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ അനന്തകൃഷ്ണന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ചാണ് ഈ മർദ്ദന സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതായത് അനന്തകൃഷ്ണന് 32,000 രൂപ കിട്ടാനുള്ള ഇടക്ക് 4,000 രൂപയ്ക്ക് ഈ വീഡിയോ നൽകണമെന്ന് പോലീസ് നിർബന്ധം പിടിച്ചു. ASIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അത് പറഞ്ഞത്. അങ്ങനെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് മുകേഷ് ഇത് നൽകാൻ പറയുന്ന ഘട്ടത്തിൽ തന്നെ മുകേഷ് പറഞ്ഞു തനിക്ക് കിട്ടാനുള്ള ബാക്കി തുകയെ സംബന്ധിച്ച് പെൺവീട്ടുകാർക്കെതിരെ താൻ പരാതി നൽകും, ആ പരാതി കൂടി പോലീസ് സ്വീകരിക്കണമെന്ന് പോലീസിനോട് അഭ്യർത്ഥിക്കുന്നു. ഇതോടെയാണ് കാര്യങ്ങൾ രംഗം മാറിയത് എന്നുള്ളതാണ് മുകേഷ് വ്യക്തമാക്കുന്നത്. അസഭ്യം വിളിച്ചുകൊണ്ടാണ് ASI ജോർജ് മുകേഷിനോട് പെരുമാറിയെന്നാണ് മുകേഷ് വ്യക്തമാക്കുന്നത്. അസഭ്യം വിളിക്കരുതെന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് അകത്തേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട 21-ന് മർദ്ദനം ജൂലൈയിൽ നടക്കുന്നു. 22-ന് തന്നെ ഡിവൈഎസ്പി വൈക്കം ഡിവൈഎസ്പി വിജയന് അദ്ദേഹം മുകേഷ് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പരാതിയിന്മേൽ പോലീസുകാർക്കെതിരെയുള്ള മർദ്ദന പരാതിയിന്മേൽ യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. പക്ഷേ ഈ 4000 രൂപയ്ക്ക് സെറ്റിലായ കേസിൽ 32,000 രൂപ, അതായത് ഈ മുകേഷ് കിട്ടാനുള്ള മുഴുവൻ തുകയും വാങ്ങി നൽകിയത് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായതെന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ മർദ്ദനമേറ്റ അന്ന് തന്നെ മുകേഷ് ഒറ്റയ്ക്കാണ് ആ പോലീസ് സ്റ്റേഷനിൽ പോയത്. മർദ്ദനത്തിന് ശേഷം ഇയാൾ നെഞ്ചിന് അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഈ ചികിത്സ തേടിയ ചികിത്സാ രേഖകൾ, അതായത് പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് ചികിത്സക്കായി എത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ വൂണ്ട് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് ഇന്റിമേഷൻ പോയിട്ട് പോലും വൈക്കം പോലീസ് അത് മറച്ചു വെച്ചുകൊണ്ട് അതിനകത്ത് തുടർ നടപടികളിലേക്ക് നീങ്ങിയില്ല എന്നുള്ളതാണ്. ന്യൂസ് 18 വാർത്താ സംഘം ഡിവൈഎസ്പിയോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദ്യം, അതായത് ഇപ്പോൾ 1.5 മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ വിഷയം അന്വേഷിച്ച് വൈക്കം ഡിവൈഎസ്പിയുടെ അടുത്ത് എത്തുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് വൂണ്ട് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഫയലിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഫയൽ വിളിപ്പിക്കുമ്പോൾ ഫയലിനകത്ത് ഒന്നും വാങ്ങിയിട്ടില്ല എന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ മുൻപിൽ വെച്ച് തന്നെ വൂണ്ട് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല ആശുപത്രിയിൽ നിന്നുള്ള മറുപടിയാണ് ഡിവൈഎസ്പിക്ക് നൽകുന്നത്. അത്തരത്തിൽ പോലീസ് ഒരു പ്രാഥമികമായി പാലിക്കേണ്ട മര്യാദകൾ പോലും ഈ കേസിനകത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ്. പണം നൽകാനുള്ള പ്രശ്നമാകുമെന്ന ഘട്ടത്തിൽ, പോലീസുകാർക്ക് പ്രശ്നമാകുമെന്നുള്ള ഘട്ടം വന്നപ്പോൾ ഈ പരാതിക്കാരനായ പണം നൽകാനുള്ള സിപിഒയിൽ നിന്ന് പണം വാങ്ങി ഈ കേസിൽ നിന്ന് തടിയൂരാനാണ് പോലീസ് ശ്രമിച്ചത്. അതേസമയം സ്റ്റേഷനിൽ നിരപരാധിയായ ഒരാൾ മർദ്ദിക്കപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല കേട്ടോ. തീർച്ചയായും, കാരണം അങ്ങനെ പോലീസ് ഉന്നതർ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ഇതിൽ തെളിവുകളില്ല എന്ന് പറയും. നമുക്കറിയാം കുന്നംകുളത്തെ സുജിത്ത് ഈ സ്റ്റേഷനിൽ വെച്ച്, അതായത് കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ സംഭവം 2 വർഷത്തിന് ശേഷമാണ് അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നത്, ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ മുകേഷിൻ്റെ ഒരു തീരുമാനം എന്താണ്? മറ്റ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ സ്റ്റേഷനുള്ളിലെ പോലീസ് അതിക്രമത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുകേഷ് അപേക്ഷ നൽകിയിട്ടുണ്ടോ? അതിന്മേൽ നടപടി ഉണ്ടാകുമോ ശരണ്യ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ CCTV ആണ്. അതായത് പുറത്തു നിന്ന് മുകേഷിനെ അസഭ്യം ASIയുടെ നേതൃത്വത്തിൽ അസഭ്യം വിളിച്ച ഘട്ടത്തിൽ മുകേഷ് പറഞ്ഞു തെറി വിളിക്കരുത്, അല്ലെങ്കിൽ അസഭ്യം വിളിക്കരുത് എന്ന് പോലീസുകാരോട് തിരിച്ചു പറഞ്ഞതോടെയാണ് അതിന്റെ ഒരു ഈഗോ അവരുടെ ഹർട്ട് തുടങ്ങിയത് എന്നുള്ളതാണ്. തുടർന്ന് പറഞ്ഞു CCTVയിൽ നോക്കിയിട്ട് ഇത്തരത്തിൽ ഞാൻ അസഭ്യം വിളിച്ചില്ലെങ്കിൽ അകത്ത് കൊണ്ടുപോയി ഇടിക്കും എന്നാണ് പറയുന്നത്. തുടർന്ന് 4 പോലീസുകാർ ചേർന്ന് ഈ ASIയുടെ നേതൃത്വത്തിൽ മുകേഷിനെ അകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് മുകേഷ് പറഞ്ഞത്. PROയുടെ റൂമിൽ വെച്ചാണ് മർദ്ദനത്തെ തുടർന്ന് PRO ആ റൂമിൽ നിന്ന് മർദ്ദിക്കുന്ന സാഹചര്യം കണ്ടപ്പോൾ PRO ആ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി എന്ന് അടക്കമുള്ളത് മുകേഷ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം നെഞ്ചിന്റെ ഭാഗത്തും വയറിനും ഭാഗത്തുമാണ് മർദ്ദനമേറ്റതെന്നുള്ള വ്യക്തമാക്കുന്നു. മുകേഷിനെ കസേരകൾക്കിടയിലേക്ക് വലിച്ചെറിയുകയായിരുന്നാണ് മുകേഷ് പറഞ്ഞത്. മൊബൈൽ ഫോൺ പൊട്ടിപ്പോയി, കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാല വലിച്ചു പൊട്ടിക്കുകയും ചെയ്തു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ ECG പരിശോധിച്ചപ്പോൾ ECGയിലടക്കം നെഞ്ചുവേദനയെ തുടർന്നാണ് ഇയാൾ ആശുപത്രിയിലേക്ക്, തൊട്ടടുത്ത് തന്നെയാണ് വൈക്കണ്ട ആശുപത്രി, അവിടേക്ക് ഈ ചെറുപ്പക്കാരൻ നടന്നു പോയത്. അവിടെ ECG വേരിയേഷൻ അടക്കം ആ ചികിത്സാ രേഖകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് ഇങ്ങനെ ഒരു ഗൗരവമുള്ള ഒരു വിഷയം പോലീസുകാരെ സംബന്ധിച്ച് വന്നിട്ടും നമ്മൾ ഡിവൈഎസ്പിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് CCTV ദൃശ്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ PROയുടെ റൂമിലേക്ക് കൊണ്ടുപോയത് പോലും അവിടെ CCTV ഇല്ലാത്ത ഭാഗത്തേക്ക് മുകേഷിനെ കൊണ്ടുപോയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഇതെല്ലാം മുകേഷ് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകാൻ തന്നെയാണ്, അല്ലെങ്കിൽ വിവരാവകാശ രേഖകൾ നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും പരാതി നൽകുമെന്നുള്ളതാണ്. ഇതിൽ വിചിത്രമായ ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഡിവൈഎസ്പി വിജയനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ്. അതായത് ഈ ചെറുപ്പക്കാരൻ നമ്മളോട് പറഞ്ഞിരുന്നു തന്റെ വസ്ത്രധാരണം, തന്റെ ഹെയർ സ്റ്റൈല്, ഇതൊക്കെ ആ പോലീസുകാരൻ ഡിവൈഎസ്പി തന്നെ പരാതിയുമായി മർദ്ദിച്ചു എന്ന് പരാതിയുമായി ചെന്ന് തന്നെ അദ്ദേഹം ഉപദേശിക്കുന്ന രീതിയിലാണ്, ലാഘവത്തോടെയാണ് സംസാരിച്ചത്. ഈ വസ്ത്രധാരണം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തേക്കാത്ത ഷർട്ട് ഇട്ടുകൊണ്ട് ചെന്നത് കൊണ്ട് ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് മുകേഷ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി നല്ല വസ്ത്രങ്ങൾ ധരിക്കണം എന്ന്. ഒരു സാധാരണ ചെറുപ്പക്കാരനാണ്, വാടകയ്ക്ക് ഈ സാധനങ്ങളെല്ലാം വാങ്ങിയാണ്, ക്യാമറ ഉൾപ്പെടെ വാടകയ്ക്ക് എടുത്താണ്, റെന്റിനെടുത്താണ് ഈ കാര്യങ്ങളൊക്കെ മുകേഷ് ചെയ്തു വരുന്നത്. അപ്പൊ അയാളോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഇത് മുകേഷ് നമ്മളോട് പറഞ്ഞിരുന്നു. നമ്മൾ ഡിവൈഎസ്പി ഓഫീസിലെത്തി
ഡിവൈഎസ്പി വിജയനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം നമ്മളോടും ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നു എന്നുള്ളതാണ് കൗതുകരമായി തോന്നിയത്. കാരണം ഒരാളുടെ വസ്ത്രധാരണം, അയാളുടെ ഹെയർ സ്റ്റൈൽ, അല്ലെങ്കിൽ അയാൾ ഒരു സാധാരണ ഒരു തൈക്കാട്ടുശ്ശേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് കഴിവുകൾ കൊണ്ട് മാത്രം വന്നൊരു ചെറുപ്പക്കാരനാണ് മുകേഷ്. അപ്പോൾ അദ്ദേഹം എടുത്ത പല ദൃശ്യങ്ങളും വലിയ തോതിൽ നവമാധ്യമങ്ങൾ വൈറലാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ രീതിയിൽ ഉള്ള ഒരു പ്രതികരണം ആണ് ഡിവൈഎസ്പിയുടെ ഭാഗത്ത്. അത് നമ്മളോടും ഡിവൈഎസ്പി പറഞ്ഞു എന്നുള്ളതാണ്. വസ്ത്രധാരണം, മുകേഷിന്റെ വസ്ത്രധാരണം കണ്ടാൽ മുകേഷ് ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണെന്ന് മനസ്സിലാക്കില്ല. അത് മാത്രമല്ല, ഇങ്ങനെയൊന്നും അല്ല, കുറച്ചുകൂടി സ്മാർട്ട് ആവണം എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം നമ്മളോടും പറയുന്നു. ഇത് എങ്ങനെ? അപ്പോ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പരാതി മുകേഷ് എത്തിയിരിക്കുന്നത് 4 പോലീസുകാർ ചേർന്ന് തന്നെ മർദ്ദിച്ചു, ASIയുടെ നേതൃത്വത്തിൽ 4 പോലീസുകാർ ചേർന്ന് തന്നെ മർദ്ദിച്ചു എന്നുള്ള രണ്ടാമത് മാത്രമാണ് അയാൾക്ക് കിട്ടാനുള്ള പണത്തെക്കുറിച്ച് അയാൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ആദ്യത്തെ വളരെ ഗൗരവമുള്ള ഭാഗം പോലീസ് ബോധപൂർവം മറച്ചുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ വിഷയം സെറ്റിൽ ചെയ്ത് ആ പൈസ വാങ്ങി മുകേഷ് പോകുമെന്നുള്ളൊരു ധാരണയായിരുന്നു വൈക്കം പോലീസിന്റെ, പ്രത്യേകിച്ച് ഡിവൈഎസ്പിയുടെ ഒക്കെ നേതൃത്വത്തിൽ അവർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരിക്കൽ പോലും പോലീസ് സ്റ്റേഷനിൽ കയറുകയോ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരാളാണ് താൻ. താൻ അവിടെ കിടന്ന് ഇടിമേടിച്ചത് എന്നുള്ളതാണ് മുകേഷ് പറയുന്നത്. അത് തനിക്ക് വലിയൊരു ട്രോമ തന്നെയാണ് തനിക്ക് ഉണ്ടായിട്ടുള്ളത്. തന്റെ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ബാധിക്കുമോ എന്ന് കരുതിയാണ് ഇത്രയും നാൾ മിണ്ടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ 1.5 മാസമായിട്ടും പോലീസിന്റെ ഭാഗത്ത് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുമെന്നാണ് ആ ചെറുപ്പക്കാരൻ വ്യക്തമാക്കുന്നത്. നടപടി സ്വീകരിക്കണം. ഈ രീതിയിൽ ആ യുവാവിനെ ക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറാകണം.